കുറെ നാളുകളായി അസുഖബാധിതനായിരുന്ന സലിം കുമാറിന്റെ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഈ വാർത്ത എല്ലാവരെയും കേരളക്കരയെ ഒന്നാകെ കരയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇന്നും. ഒരു സമയത്ത് നമ്മളെ എല്ലാവരെയും കുടുകുടെ ചിരിപ്പിച്ച മഹാപ്രതിഭ ഇന്ന് നമ്മളെ എല്ലാവരെയും കരയിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുടുംബത്തിന്റെ അവസ്ഥയും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകപ്പെടുന്നുണ്ട്. സലിം കുമാർ എന്ന മഹാനടൻ കുറെ നാളുകളായി ചികിത്സയിലും മറ്റു കാര്യങ്ങളിലുമായിരുന്നു. മാത്രമല്ല, അഭിനയത്തിൽ നിന്നും അദ്ദേഹം ഒരു ഇടവേള എടുത്തിരിക്കുക കൂടിയായിരുന്നു. എന്നാൽ സിനിമയിലേക്ക് മടങ്ങി വരണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരു മഹാപ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം. അഭിനയത്തിലേക്ക് മടങ്ങി വരണമെന്നും പിന്നെയും സിനിമകൾ ചെയ്യണമെന്നും ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഈ വിയോഗത്തെ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കരുതുന്നുവെങ്കിലും ആ കുടുംബത്തിന് ഇത് എത്രത്തോളം താങ്ങാനാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില വാർത്തകളൊക്കെ ഇപ്പോൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സാധാരണക്കാരിയായ ഒരു ഭാര്യയും അമ്മയും ഒക്കെയാണ് സുനിത. ആ ഭാര്യ എങ്ങനെ ഈ വിയോഗം താങ്ങും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഈ സാഹചര്യത്തിൽ സുനിത ആശുപത്രിയിലാണ് എന്നും സലിം കുമാറിന്റെ ഭാര്യയ്ക്ക് സലിം കുമാറിന്റെ വിയോഗത്തെ തുടർന്ന് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നമുണ്ടായി എന്നും ഒക്കെ പല വ്യാജ വാർത്തകളും എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല. കാരണം കുടുംബം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രിയിൽ എത്തി അല്പസമയത്തിനകം അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അസുഖബാധിതനായിരുന്നുവെങ്കിലും പൊതുപരിപാടികളിൽ സലിം കുമാർ പങ്കെടുത്തിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ പറവൂർ മണ്ഡലത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചിരുന്നു. ഒരേ സമയം മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു സലിം കുമാർ. മിമിക്രിയുടെ ലോകത്തു നിന്നും വെള്ളിത്തിരയിലേക്ക് കടന്ന സലിം കുമാർ വാക്ചാതുരി കൊണ്ടും സവിശേഷമായ ശരീരഭാഷ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾക്കാണ് ജീവൻ പകർന്നത്. ഒരേ സമയം മലയാളിയെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരുത്തുറ്റ സ്വഭാവ നടൻ എന്ന നിലയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു സലിം കുമാർ. സലീം അഹമ്മദിന്റെ ആദാമിന്റെ മകൻ അബുവിലെ വൃദ്ധനായ അത്തർ വിൽപ്പനക്കാരന്റെ വേഷം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. അഭിനയത്തിന് പുറമെ ചലച്ചിത്ര സംവിധാനത്തിലും സലിം കുമാർ പ്രതിഭ തെളിയിച്ചു. കറുത്ത ജൂതന് 2016 മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. കമ്പാർട്ട്മെന്റ്, ദൈവമേ കൈതൊഴാം, കേക്കുമാറാകണം എന്നീ ചിത്രങ്ങളും സലിം കുമാർ സംവിധാനം ചെയ്തു. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ ആത്മകഥാപരമായ കുറിപ്പുകളും രചിച്ചു. സുനിതയാണ് ഭാര്യ. ചന്തു, ആരോമൽ എന്നിങ്ങനെ 2 മക്കളാണ്.